കാര്യം ഏടി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് കണ്ടോ? ഇത് കൊണ്ടുപോയി ഗോഡൌണിലല്ലേ വെക്കേണ്ടത്. നീ പറഞ്ഞത് ശരിയാ. ഏടി എവിടെ പോയി? ഡോക്ടർ ചക്ക, നിങ്ങൾ എവിടെയാ? ഞാൻ നിങ്ങളോട് എവിടെയാണെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ, അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ ചാടി വരാൻ പറഞ്ഞിട്ടില്ല. എന്റെ കസിൻറാമ, ഞാനിവിടെ ചാരി വെച്ചിരുന്ന ഏടി പെട്ടെന്ന് കാണാതായി. മുകളിൽ കുറച്ച് പുസ്തകങ്ങളൊക്കെ ഞാൻ തപ്പുമായിരുന്നു, അപ്പോഴാ ഏടി കാണാതായി. പൊളിക്കടുത്തല്ലോ. ഷെൽഫിന്ന് സാധനങ്ങൾ എടുക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. ഇത് നോക്ക്, നടക്കുന്ന വഴിയിലല്ല ഈ ബുക്കൊക്കെ വെച്ചിരിക്കുന്നത്. ഡോക്ടർ ജഡ്കക്ക് യാതൊരു വിവരവും ഇല്ല. ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിധി. എന്നാ പിന്നെ എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഒന്ന് കണ്ടോട്ടെ. പിന്നെ എന്റെ നാട് ഒടിഞ്ഞു, വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഡോക്ടർ ജഡ്ക ഈ ബുക്കല്ലേ തെരഞ്ഞുകൊണ്ടിരുന്ന. ഇതിൽ എന്താന്ന് അറിയോ? ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിധി. ഒന്ന് കാണിച്ച്, ഞാനൊന്ന് നോക്കട്ടെ. സമുദ്രത്തിലെ നിധി. വരൂ, നമുക്ക് ചെന്ന് അന്വേഷിക്കാം. പൊളിച്ചെടുത്തല്ലോ. നിങ്ങളുടെ രണ്ടാളോടൊപ്പം ഞാൻ വരില്ല കേട്ടോ. ഇത്തരം യാത്ര ചെയ്യാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് സമുദ്രത്തെ ഭയങ്കര പേടിയാ. നിങ്ങൾ കിട്ടുന്ന നിധി തുല്യമായിട്ട് വീതിക്കുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു മരുന്ന് തരാം. ആ മരുന്ന് വളരെ അത്ഭുത ശക്തിയുള്ള ഒന്നാണ്. ഇത് കഴിച്ചാൽ നിങ്ങൾക്ക് മീനുകളെ പോലെ സമുദ്രത്തിലൂടെ നീന്തി കളിക്കാവുന്നതാണ്. എല്ലാം കാണാനും പറ്റും, കേൾക്കാനും പറ്റും, സംസാരിക്കാനും പറ്റുന്നേ. എന്തൊക്കെയാ പറയുന്നു ഡോക്ടർ ജഡ്ക? ശരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കോ? എന്താ ഇത്ര സംശയം പറ്റലു? തീർച്ചയായിട്ടും സംഭവിക്കും. ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ തയ്യാറാണ്. നമ്പർ 1 എവിടെ പോയി? എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. അവൻ എവിടെ പോയി കിടക്കുക? എവിടെയെങ്കിലും വായി നോക്കി നിൽക്കുമായിരിക്കും. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. കവിതയുടെ കാര്യം വിട്ടിട്ട് വല്ല ചിക്കലി കിട്ടുന്ന കാര്യം പറയണേ. മനുഷ്യൻ ഇവിടെ വിശന്നിട്ട് വയ്യ. ബോസ്, ഉഗ്രനൊരു സന്തോഷ വാർത്തയും കൊണ്ടുവന്നിരിക്കുക. പറഞ്ഞാ വിശ്വസിക്കാൻ പോലും പറ്റില്ല. സന്തോഷ വാർത്തയോ? അത് കേട്ടിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? എന്താന്ന് വെച്ചാ വേഗം പറഞ്ഞു തുലക്കേ. സന്തോഷം എന്ന് പറഞ്ഞാലും പോരാ, അതിഭയങ്കര സന്തോഷാ ബോസ്. അത് കേൾക്കുമ്പോ ബോസിന് മനസ്സിലായിക്കോളും. ആ മോട്ടു പത്തിന് ഉള്ളിടത്തോളം കാലം എനിക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ എന്ത് ചെയ്താലും അമ്മാരും ഇതൊക്കെ കൊളവാക്കും. ബോസ്, വേണമെങ്കിൽ ഇപ്രാവശ്യം ബോസ് ഇടപെട്ടോളൂ. ഓ, ഈ ജോൺ ആയിരിക്കും ഡോൺ. ജോൺ തന്നെയായിരിക്കും ഡോൺ. എന്റെ സഹോദരന്മാരെ, എന്റെ ചങ്കുകളെ, നിങ്ങൾ ഈ മീന്റെ ഗുളിക കഴിച്ചാലുണ്ടല്ലോ, നിങ്ങൾക്ക് മീനുകളെ പോലെ സമുദ്രത്തിനടിയിൽ നീന്താനും എന്തും ചെയ്യാനും സാധിക്കും. നിങ്ങൾ രണ്ടുപേരും തയ്യാറാണോ? ഞങ്ങൾ തയ്യാറാണ്. പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 വർഷ അനുഭവത്തിൽ ആദ്യമായിട്ട് എങ്ങനെ ഒരു സംഭവം ഞാൻ കാണണേ. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു, പക്ഷെ ഓർമ്മ കിട്ടുന്നില്ലല്ലോ. നമുക്ക് അതിനെ കുറിച്ചൊക്കെ പിന്നീട് സംസാരിക്കാം. ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓർമ്മ വന്നു. വെള്ളത്തിൽ ഇറങ്ങി മീനുകൾ കഴിക്കുന്ന എന്ത് സാധനമായാലും നമുക്ക് നമ്മൾ കഴിക്കുന്ന സാധനങ്ങളായിട്ടേ തോന്നുകയുള്ളൂ. പൊളിച്ചെടുത്തല്ലോ. അതിന്റെ അർത്ഥം ഇവർക്ക് രണ്ടാൾക്കും വിശന്ന് ചെറിയ മീനെ തിന്നു കഴിഞ്ഞാൽ ഇവരെ തിന്നാൻ വലിയ നീരാളിയും തിമിംഗലൊക്കെ വരുമെന്നല്ലേ? കാരണം ഇവരുടെ ഉള്ളില് മീന്റെ എല്ലാ ഗുണഗണങ്ങളും ഉണ്ടാവും. എനിക്ക് നിന്നെ ഓർത്തിട്ടല്ല, മോട്ടുവിനെ ഓർത്തിട്ടാ വിഷമം. കാരണം അവൻ ഒടുക്കത്തെ വിശപ്പാണല്ലോ. നിങ്ങള് വിഷമിക്കേണ്ട. നിധി കിട്ടിയ ഉടനെ അവനെ മുകളിലേക്ക് കൊണ്ടുവരാം.
അത് നോക്ക്, മാപ്പിലുള്ള ലൊക്കേഷനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. നമ്മൾ ശരിക്കുള്ള വഴിയിൽ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് രസമാണ് കാണാനല്ലേ. വരൂ, നമുക്കല്പം വിശ്രമിക്കാം. എന്താ ഇത്? ഈ കല്ലെന്താ ഇങ്ങനെ ഇളകുന്നേ? അത് കല്ലല്ല, ഒക്ടോപ്പസ് ആണ്. രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. നന്ദിയുണ്ട് ചേട്ടാ, എന്തായാലും വന്നത് നന്നായി. ആഞ്ഞു വലിച്ചോ, നല്ലോണം വലിക്ക്. വലിച്ചോ. താങ്ക് യു, രക്ഷപ്പെട്ടേ. വളരെ നന്ദി. ഇത് നമ്മളെ രക്ഷിക്കാനല്ല പത്തിലോ വന്നത്, ഭക്ഷിക്കാനാണ്. രക്ഷിക്കണേ. എന്താ ഇത്? ഇവിടെ മുഴുവൻ ആൾക്കാരും ഉണ്ടല്ലോ. വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യും മോട്ടു. എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ എന്തെങ്കിലും ചെയ്യ്. എന്റെ ഈശ്വര, ഞങ്ങൾക്ക് നിധിയൊന്നും വേണ്ടേ? എന്റെ ദൈവങ്ങളെ, ഒരു തവണ ഞങ്ങളെ രക്ഷിക്കൂ, പിന്നെ ഞങ്ങൾ ഒരിക്കലും ശല്യം ചെയ്യില്ല. രക്ഷിക്കണേ, രക്ഷിക്കണേ. തിന്ന്, ഞങ്ങൾ തിന്ന്, വന്ന് തിന്ന്. വാ, നമുക്ക് പോകാം. ഇവരെ തല്ലിയിട്ട് എന്താ കാര്യം? രക്ഷിക്കണേ. വെള്ളത്തിലൂടെ ഓടിപ്പിക്കൂ നീ ഞങ്ങളെ. അത് നോക്കൂ ബോസ്, മോർത്തു എങ്ങനെയാണ് തിമിംഗലുമായി നേരിടുന്നതെന്ന്. അവൻ നല്ല ധൈര്യശാലിയാ. തിമിംഗലത്തെ നേരിടുക എന്ന് പറയുന്നതൊക്കെ അത്ര വലിയ കേസൊന്നും അല്ലതേ. ശരിക്കും ഒരു തിമിംഗലം വരുവാണെങ്കിൽ ഞാൻ അതിനെ മലർത്തിയടിക്കില്ലേ. അതാണ് ജോൺ, ഡോൺ ജോൺ. കൊള്ളാം ബോസ്, കൊള്ളാം. എത്ര നല്ല കവിതയാ ഉണ്ടാക്കിയിരിക്കുന്നേ. ബോസ്, നിങ്ങൾ പറഞ്ഞത് ഈശ്വരൻ കേട്ടു. അങ്ങേക്ക് ആ തിമിംഗലവുമായി നേരിടാനുള്ള അവസരം കൈവന്നിരിക്കുന്നു. ഏറ്റവും നല്ല അവസരമാ കൈവന്നിരിക്കുന്നത്. കാലന്മാരെ ഇത് തുറക്കാം, എന്നെ രക്ഷിക്കാം, ഒന്ന് തുറന്ന് തോലക്കണം. ബോസ്, ബോസ്, അങ്ങന്ന് ഈ തിമിംഗലത്തിനെ കൊല്ലില്ലേ? നീ എന്നെ കൊല്ലാൻ നോക്കുവാണോടെ? നമ്മള് നിധി അന്വേഷിച്ച വന്ന് നല്ലവരെ തിമിംഗലത്തിനെ പിടിക്കാൻ അല്ലണം മണ്ട, മനസ്സിലായോ? മതി മോട്ടോ, മതി. ഇത്രയൊക്കെ ദേഷ്യം കാണിച്ചത് മതി. നമുക്ക് ഇവിടുന്ന് നിധിയെടുത്ത് വേഗം പോകാം. ഭക്ഷണം കഴിക്കാതെയോ? എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു. സമൂസയാന്നും പറഞ്ഞോണ്ട് ഒന്നും വിഴുങ്ങരുത്. ഞാൻ പറഞ്ഞത് നിധിയുടെ കാര്യ. സമൂസേ കൊള്ളാമല്ലോ, പൊളിച്ചേ. എന്റെ മോട്ടു, അത് സമൂസയല്ല, ഷാർക്കാണ്, ഷാർക്ക്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഡോക്ടർ ജഡ്ക പറഞ്ഞത് എന്താന്ന് വെച്ചാ, ഇവൻ ഭയങ്കരനായ ഒരുത്തനാണെന്ന് തോന്നുന്നു. വാ, ഓടി രക്ഷപ്പെടാം, ഓടിക്കോ. സമൂസേ. ബോസ്, ബോസ്, മോട്ടുവിന്റെ ധൈര്യം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ. നോക്കൂ, ഒറ്റയ്ക്ക് തിമിംഗലത്തെ നേരിട്ട് അതിനെ അവിടുന്ന് ഓടിച്ചു കളഞ്ഞു. ഒന്ന് മിണ്ടാതിരിക്കെ. എപ്പോ നോക്കിയാലും മോട്ടുവിന്റെ കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാനാണോ നിന്റെ ബോസ്, അതോ മോട്ടു ആണോടാ? എന്റെ മോട്ടു, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ നിന്റെ കാര്യം മാത്രം നോക്കാതെ നിധി എടുക്കാനുള്ള വഴി നോക്ക്. എന്താന്നറിയില്ല, എനിക്ക് എന്തിനെ കണ്ടാലും സമൂസയായിട്ട് തന്നെ തോന്നുന്നു. ഇതൊക്കെ ഡോക്ടർ ജഡ്കയുടെ മരുന്നിന്റെ ഫലമാ.
മോട്ടു പത്രു നിങ്ങളൊരു കാര്യം ചെയ്തേക്ക് ആ നിധി എന്റെ പേരിലേക്ക് ആക്കിയേക്ക്. എങ്ങനെയുണ്ട് കൊള്ളാം ബോസ് കൊള്ളാം. എത്ര നല്ല കവിതയാ പറഞ്ഞത്. കവിതയുടെ കാര്യമൊക്കെ വിട്ടിട്ട് നിധി വാങ്ങിക്കാൻ നോക്കണമണ്ട. തിരിഞ്ഞോടിക്കൂ. എടോ കസീട്ടാറാമേ, മോട്ടും പത്തിലും ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഇവനെന്താ ആകാശത്തുനിന്ന് പൊട്ടിമുളച്ചോ? പൊളിച്ചെടുത്തല്ലോ. ഇവൻ ഈ തിമിംഗലിന്റെ വയറ്റിന്ന് എങ്ങനെ പുറത്തേക്ക് വന്നത്? സോറി, വെരി വെരി സോറി. ഒരു തിമിംഗലം ഞങ്ങളെ വിഴുങ്ങി കളഞ്ഞു. കൂട്ടത്തിൽ ആ നിധിയും വിഴുങ്ങി. ഇത്രയും നേരം ഞങ്ങളുടെ കയ്യിലായിരുന്നു. പക്ഷെ ഇപ്പൊ ആ നിധി ആരുടെ കയ്യിലാണെന്ന് അറിയോ? ആ കള്ളന്റെ കയ്യിൽ. നിധി അവന്റെ കയ്യിലാണ്. ദാ കണ്ടോ? ഒന്ന് നിക്കണേ. തിമിക്കല ചേട്ടാ പോവല്ലേ. ഒരെണ്ണം തന്നിട്ട് പോ. ഒരൊറ്റ മതി. ആരെങ്കിലും രക്ഷിക്കണേ.